തിരഞ്ഞെടുപ്പുകളിൽ സ്ത്രീകൾക്ക് വളരെയധികം പ്രാധാന്യം കൊടുക്കുന്ന ഒരിടമാണ് കേരളം എന്ന് പറയുന്നത്. ഏകദേശം 52% സ്ത്രീ വോട്ടർമാരുള്ള സംസ്ഥാനമാണ് കേരളം എന്ന് പറയുന്നത്. അപ്പോൾ അതായത് വോട്ടർമാരിൽ ഏറ്റവും കൂടുതൽ സ്ത്രീകളുടെ പ്രാധാന്യമാണ്. ഇപ്പോൾ ഈ കഴിഞ്ഞ 2026 നിയമസഭാ തിരഞ്ഞെടുപ്പിൻ്റെ ഫലം വന്നപ്പോഴും MLA-മാരായിട്ട് 11 പേരാണ് നിയമസഭയിലേക്ക് പോകുന്നത് അല്ലേ? കഴിഞ്ഞ തവണ 12 പേരാണ് നിയമസഭയിലേക്ക് പോകുന്നത്. ഇത്തവണ ആകുമ്പോഴത്തേന് 11 പേരാണ് നിയമസഭയിലേക്ക് MLA-മാരായിട്ട് പോകുന്നത്. അതിലേറ്റവും നമുക്ക് സന്തോഷമുള്ള ഒരു കാര്യം തന്നെയാണ്. പക്ഷേ സ്ത്രീ പ്രാതിനിധ്യം വളരെ കൂടുതലായിരുന്നു എന്ന് വെച്ചാൽ അത്രമാത്രം കൂടുതലാണെന്നൊന്നും നമുക്ക് പറയാൻ സാധിക്കില്ല. 12 പേരാണ് കോൺഗ്രസിൽ നിന്ന് അല്ലെങ്കിൽ UDF-ൽ നിന്ന് മത്സരിച്ചിട്ടുള്ള സ്ത്രീകൾ. അതിൽ ഏകദേശം 9ഓളം സ്ത്രീകളാണ് ഇത്തവണ എത്തുന്നത്. അതിലേറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം 7 പേര് കോൺഗ്രസിൽ നിന്നും, പലപ്പോഴും ഇടത് പക്ഷത്തുനിന്നുള്ള ആളുകൾ അല്ലെങ്കിൽ അവരെ വിമർശിക്കുന്ന ആളുകൾ വിധവയെന്നും അതേപോലെ കള്ളിയെന്നും ഒക്കെ വിളിച്ച് അധിക്ഷേപിച്ചിട്ടുള്ള KK രമ, അവർ വടകരയിൽ നിന്ന് വിജയിച്ച് വരുന്നു. അതേപോലെ തന്നെ മുസ്ലിം ലീഗിന് ആദ്യമായിട്ട് ഒരു വനിതാ MLA ഉണ്ടാകുന്നു. പേരാമ്പ്രയിൽ നിന്ന് തഹ്ലിയ ജയിച്ചു വരുന്നു. അപ്പം അങ്ങനെ ഒരു കാര്യമാണ് അവിടെ ഉള്ളത്. അതേപോലെ തന്നെ നോക്കുമ്പോൾ ഈ 2 പേരെയും കൂട്ടി ഏകദേശം 9 പേരാണ് ഈ കോൺഗ്രസിൽ നിന്ന് മാത്രം അല്ലെങ്കിൽ UDF-ന്റെ മുന്നണിയിൽ നിന്ന് മുമ്പിലോട്ട് വരുന്നത്. അപ്പോൾ 12 പേരിൽ ഏകദേശം 9 പേര് അവിടെ നിന്ന് ജയിച്ചു വരികയാണുള്ളത്. പക്ഷെ നമ്മൾ തിരിച്ച് വരികയാണെങ്കിൽ 18 പേരാണ് NDA-യുടെ സ്ഥാനാർത്ഥികളായിട്ട് സ്ത്രീകൾ മത്സരിച്ചത്. ഒരാൾക്ക് പോലും ഒരു സീറ്റ് ഇല്ല എന്നുള്ളൊരു കാര്യം ഇമ്പോർട്ടൻ്റ് ആണ്. അതേപോലെ തന്നെ മത്സരിച്ചിട്ടുള്ള ഇടതുപക്ഷത്തു നിന്ന് മത്സരിച്ചിട്ടുള്ള ആളുകളിൽ 18 ആളുകൾ മത്സരിച്ചതിൽ 18 സ്ത്രീകൾ മത്സരിച്ചതിൽ ആകെ 2 പേരാണ് അതിൽ വിജയിക്കാൻ സാധിച്ചിട്ടുള്ളത്. CPM-ൽ നിന്നൊരാൾ, CPI-ൽ നിന്ന് ഒരാൾ. എൻ്റെ ഓർമ്മയിൽ അത് ഗീതാ ഗോപിയും അതേപോലെ തന്നെ CPM-ൽ അത് ആറ്റിങ്ങലിൽ നിന്ന് അംബികയാണ്, OS അംബികയാണ് വിജയിച്ചിട്ടുള്ളത്. അപ്പം അങ്ങനത്തെ ഒരു ചരിത്രമാണ് നമുക്ക് മൊത്തത്തിൽ നോക്കുമ്പോൾ. പക്ഷെ അങ്ങനെ നോക്കുമ്പോഴത്തേക്കും ഇപ്പോൾ മാത്രമല്ല, കേരളത്തിന്റെ ചരിത്രം എടുക്കുമ്പോൾ ആദ്യത്തെ 1957 നിയമസഭാ തെരഞ്ഞെടുപ്പിലാണെങ്കിലും അന്ന് തൊട്ടേ സ്ത്രീകൾക്ക് പ്രാധാന്യമുണ്ട്. ഇപ്പം ഈ ഒരു ഇതുവരെ നിലവിലുള്ളൊരു സാഹചര്യത്തിൽ ഒരു 10% കൂടുതൽ സ്ത്രീകൾ നിയമസഭകളിലേക്ക് വന്നിട്ടുള്ള കാലഘട്ടം വളരെ കുറവാണ്. ഇതിൽ 1996 തൊട്ട് 2000 ആ ഒരു കാലഘട്ടത്തിൽ മാത്രമാണ് 13 സ്ത്രീകൾ വന്നിരിക്കുന്നത്. ഇപ്പോഴത്തെ ഇത് നോക്കാനാണെങ്കിലും NDA-യിലാണെങ്കിലും ഇടതുപക്ഷത്തിൽ നിന്നാണെങ്കിലും UDF-നേക്കാൾ കൂടുതൽ സ്ത്രീ പ്രാതിനിധ്യമുള്ള പ്രതിനിധികളുണ്ട്. പക്ഷേ എന്നാലും UDF-ൽ നിന്ന് ഏകദേശം 11 പേരിൽ 9 പേരാണ് ജയിച്ചിരിക്കുന്നത്. ബാക്കിയുള്ളതിന് 2 മറ്റ് NDA-യിൽ നിന്ന് ആർക്കും വിജയ സാധ്യതകളും ഉണ്ടായിട്ടില്ല. എല്ലാവരും പരാജിതരാണ്. ഇതുവരെ മന്ത്രിസഭയിൽ ഉണ്ടായിരുന്ന 2 സ്ത്രീകളിൽ അവരും പരാജയപ്പെട്ട് 3 സ്ത്രീകളിൽ 3 പേരാണ് പരാജയപ്പെട്ടിട്ടുള്ളത്. 3 പേരാണ് ഈ ഇലക്ഷന് മത്സരിച്ചതിൽ പരാജയപ്പെട്ടത്. അത് നോക്കുകയാണെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വ്യക്തിത്വം എന്ന് പറയുന്നത് നമ്മുടെ ആരോഗ്യമന്ത്രി വീണ ജോർജ് ആണ്. ആരോഗ്യമന്ത്രി ഏകദേശം 10,000-ലധികം വോട്ടുകൾക്കാണ് നമ്മുടെ ഒരു തോൽവി ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുള്ളത്. അതേപോലെ തന്നെ നോക്കുകയാണെങ്കിൽ മൃഗസംരക്ഷണ വകുപ്പിൻ്റെ ചിഞ്ചു റാണി, അവരും ഒരു തോൽവി ഏറ്റുവാങ്ങുന്ന ഒരു സാഹചര്യം നമ്മൾ കാണുന്നുണ്ട്. അപ്പം അങ്ങനെ 3 പ്രധാനപ്പെട്ടിട്ടുള്ള ആളുകൾ അവിടെ മന്ത്രിസഭയിലുണ്ടായിരുന്ന മന്ത്രിമാരായിട്ടുണ്ടായിരുന്ന സ്ത്രീകൾ തോറ്റു പോകുന്നൊരു സാഹചര്യമുണ്ട്. പക്ഷെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പം ഈ അടുത്ത മന്ത്രിസഭ വരുമ്പോഴേക്കും അവിടെ ഒരു മാറ്റം ഉണ്ടാകുമെന്നും കൂടുതൽ വനിതാ മന്ത്രിമാരൊക്കെ അതിനകത്ത് വരും നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ അതിൽ വേറൊരു പ്രധാനപ്പെട്ട കാര്യം, ഇപ്പോൾ കഴിഞ്ഞ ഈ എക്സിറ്റ് പോൾ ഫലങ്ങളൊക്കെ പുറത്തു വന്ന സമയത്ത് രാഹുൽ ഗാന്ധി പറഞ്ഞിട്ടുണ്ടായിരുന്നു കേരളത്തിൽ നിന്നൊരു വനിതാ മുഖ്യമന്ത്രി ഉണ്ടാകും, UDF ആണ് ഭരണത്തിൽ വരുന്നതെങ്കിൽ കേരളത്തിൽ നിന്ന്. ഇപ്പോൾ 11 MLA-മാരാണ് ഇപ്പോൾ ജയിച്ചിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ സ്ത്രീകളിൽ തന്നെ വളരെയധികം കഴിവുള്ളവരാണ് സ്ത്രീകളെന്ന് പറയുന്നത്. അപ്പോൾ എന്തുകൊണ്ട് ഇപ്പോൾ ഗൗരിയമ്മയുടെ കാലം തൊട്ടേ സ്ത്രീകളെ ഇത്തരത്തിൽ മുഖ്യമന്ത്രി പദത്തിൽ നിന്ന് തഴയുന്നൊരു സാഹചര്യമാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. അപ്പോൾ രാഹുൽ ഗാന്ധിയുടെ ഈ ഒരു രീതി, ഇപ്പോഴത്തെ ഈ ഒരു വിജയിച്ച സന്ദർഭത്തിൽ അങ്ങനെ അത്തരത്തിലുള്ള ഒരു പ്രതികരണം ഇനി ഉണ്ടാവുമോ? മുഖ്യമന്ത്രി സ്ഥാനത്തേക്കൊന്നും ആരെയും പരിഗണിക്കാൻ ഈ കൂട്ടത്തിൽ ആരെയും പരിഗണിക്കില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം മുഖ്യമന്ത്രി സ്ഥാനത്തിന് വേണ്ടി അല്ലെങ്കിൽ തന്നെ ഇപ്പോൾ നല്ലൊരു വടംവലി നടക്കുന്ന സമയമാണ്. അപ്പോൾ വേറെ ആരെയും പരിഗണിക്കാനുള്ള ഒരു ചാൻസ് ഇല്ല. പക്ഷെ തീർച്ചയായിട്ടും ഇന്നല്ലെങ്കിൽ നാളെ നേതൃനിരയിലേക്ക് കൂടുതൽ ശക്തരായിട്ടുള്ള സ്ത്രീകൾ ഉണ്ടാവും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പോൾ പ്രധാനമായിട്ട് വിജയിച്ചിരിക്കുന്ന സ്ത്രീകളെന്ന് പറയുന്നത് മാനന്തവാടിയിൽ നിന്ന് ഉഷ വിജയൻ, എലത്തൂര് വിദ്യ ബാലകൃഷ്ണൻ, കൊങ്ങാട് KA തുളസി, തൃക്കാക്കര നമ്മുടെയൊക്കെ പ്രിയപ്പെട്ട ഉമ തോമസ്, കൊല്ലത്ത് ബിന്ദു കൃഷ്ണ, ചിറയൻകീഴ് നമ്മുടെ രമ്യ
ഹരിദാസ്, അതേപോലെ പ്രധാനമായിട്ടും CPM നിന്ന് ജയിച്ചിട്ടുള്ള ആറ്റിങ്ങലിൽ നിന്നുള്ള OS അംബിക, നാട്ടികയിൽ നിന്നുള്ള ഗീതാ ഗോപി, ഇവർക്കെല്ലാവർക്കും നിയമസഭയിൽ ഒരു പ്രത്യേക സ്ഥാനം ഉണ്ടാവട്ടെ എന്നും അവരുടെ പ്രവർത്തനങ്ങളെല്ലാം വളരെ നല്ല രീതിയിൽ മുന്നോട്ട് പോകട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം. അപ്പം എന്തായിരിക്കും നിയമസഭയിൽ നമ്മുടെ ഈ സ്ത്രീ പ്രാതിനിധ്യം ഉണ്ടാക്കാൻ പോകുന്ന മാറ്റം എന്നും അല്ലെങ്കിൽ എന്ത് റോളാണ് അവർ വഹിക്കാൻ പോകുന്നതെന്നും ഒക്കെ നമുക്ക് കാത്തിരുന്ന് കാണാം.